and welcome back to our channel. ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ കളറിലും ടേസ്റ്റിലും ഉള്ള ബട്ടർ ചിക്കൻ എങ്ങനെയാണ് വീട്ടിൽ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാമെന്നാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് വരാം. ഇവിടെ ഞാൻ ചിക്കൻ്റെ 2 ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കണം. ഇതിനെ ആക്ച്വലി കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബോൺലെസ് ചിക്കനാണ്. ബോണുള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 1 സ്പൂൺ യോഗർട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള കളറൊന്നും തന്നെ ചേർക്കുന്നില്ല. നമ്മളിതിൽ യൂസ് ചെയ്യുന്ന കാശ്മീരി ചില്ലി പൗഡറിൻ്റെയും പിന്നെ ടൊമാറ്റോയുടെയാണ് നമുക്ക് കിട്ടുന്ന കളർ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ക്യുമിൻ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച ക്യുമിൻ്റെ പൗഡറാണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് 1 ലെമൻ്റെ ഹാഫ് കട്ട് ചെയ്തിട്ട് അതും കൂടെ സ്ക്വീസ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാം. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ഒരു 30 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ്റെ പീസസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. ഇത് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ നന്നായിട്ട് ഓവറായിട്ട് മുരിഞ്ഞ് ഹാർഡാവാനും പാടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിത് ഒരു സൈഡ് ഒന്ന് ലൈറ്റായിട്ട് നമുക്ക് ബ്രൗൺ ഷെയ്ഡായി കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ടിട്ട് അടുത്ത സൈഡും കൂടെ അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കൻ്റെ പീസസ് എല്ലാം തന്നെ ഒരുമിച്ച് ഫ്രൈ ചെയ്യാനായിട്ട് ഇടാണ്. ഈ ഒരു സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ട് അടുത്ത സൈഡും ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇത്രയും മതിയാവും. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ചിക്കൻ്റെ പീസസൊക്കെ പാനിൽ നിന്ന് മാറ്റാം. നമ്മളിനി ഈ ചിക്കൻ്റെ പീസസ് എല്ലാം തന്നെ ബട്ടർ ചിക്കൻ്റെ ഗ്രേവി റെഡിയാക്കിയിട്ട് അതിലിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഒരുപാട് നേരം ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ്റെ പീസസ് എല്ലാം ഹാർഡായി പോവും, കഴിക്കാനൊട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റേജ് ആയി കഴിയുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ്റെ പീസസൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ ചിക്കൻ്റെ ഗ്രേവി പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 15 കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ ആണ്. ഞാനിവിടെ ഒരു 3 മീഡിയം സൈസിലുള്ള ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല പഴുത്ത നല്ല കളറുള്ള ടൊമാറ്റോ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒട്ടും പുളിയില്ലാത്ത ടൊമാറ്റോ വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ഓയിൽ വേണം ചേർക്കാനായിട്ട്. നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുകയാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ബട്ടർ, ഞാനിവിടെ ഒരു 2 ക്യൂബ് ബട്ടർ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്തിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് സവാള ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഇതിൻ്റെ റോ സ്മെല്ല് പോകുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ചേർത്തതിന് ശേഷം ഇതൊന്ന് കുറച്ച് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു 15 കാഷ്യൂ നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് കുറച്ച് നേരം ഇതുപോലെ ഓയിലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി ഇട്ടിട്ട് അത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് തുടങ്ങാം. ഇപ്പോൾ ഈ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചേക്കണ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പം ഞാൻ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വിനേഗറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പൊടികളെല്ലാം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു അരിപ്പ വെച്ചിട്ട് ഇത് ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുക്കുമ്പോൾ ഇതിൽ നമ്മുടെ ടൊമാറ്റോയുടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റ് വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ മസാല നല്ല ഫൈനായിട്ട് അരച്ചതിന് ശേഷം ഒരു അരിപ്പയിൽ കൂടി അരിച്ചിട്ട് ഇതുപോലെ ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ബട്ടർ ചിക്കൻ മസാലയായിട്ട് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് വൈഡായിട്ടുള്ളൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എത്ര തിക്നെസ്സിലാണോ ഈ ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മളിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ചിക്കൻ്റെ ഗ്രേവി നിങ്ങൾക്കറിയാലോ, ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവി അല്ല, കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി തന്നെയാണ്. അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു ക്യൂബ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതുപോലെ ഒരു ക്യൂബ് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ബട്ടർ ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഗ്രേവി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഗ്രേവിയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ വേണമെന്നുണ്ടെങ്കിൽ കളറിന് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം നല്ല സിമ്മിൽ വെച്ചിട്ട് വേണം ഇത് നന്നായി തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്നും തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ പതുക്കെ ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒന്ന് ലിഡ് കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ എരിവും ഉപ്പും അതുപോലെ മറ്റുള്ള മസാലകളൊക്കെ തന്നെ നല്ല പാകത്തിനാണ്. അതുകൊണ്ട് ഞാനിതിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസൂരി മെത്തിയും കൂടെ കയ്യിൽ ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മല്ലിയിലയും കസൂരി മെത്തിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലാസ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ചേർക്കാനുള്ളത് ക്രീമാണ്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രഷ് ക്രീമാണ്, ഫുൾ ഫാറ്റ് ക്രീമാണ്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ലാസ്റ്റായിട്ട് നമ്മുടെ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ ഗ്രേവിയിലേക്ക് 2 ടേബിൾ സ്പൂണോളം ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ക്രീം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്രീം ചേർത്തിട്ട് നമുക്ക് അധികം നേരം തിളപ്പിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി നന്നായിട്ട് തിളച്ച് നമ്മുടെ ചിക്കനൊക്കെ ഓൾറെഡി കുക്കായതാണ്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് ക്രീം ചേർത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതിലേക്ക് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളർ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ടേസ്റ്റ് വൈസ് ആണെങ്കിലും കാണാനാണെങ്കിലും നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലും ഫ്ലേവറിലും തന്നെയാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കസൂരി മേത്തിയും കൂടെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1 ടേബിൾ സ്പൂൺ ക്രീം ഇല്ലേ, അതുകൂടെ ഇതിൻ്റെ മേലെ ഒഴിച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗാർലിക് നാനാണ്. അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പുലാവിൻ്റെ കൂടെ, റൈസിൻ്റെ കൂടെ, പിന്നെ ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കനൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.